ഫാറ്റ് കുറയ്ക്കണമെങ്കിൽ കഴിക്കുന്നത് കുറയ്ക്കുക, കൂടുതൽ കലോറി ബേൺ ചെയ്യുക. ഇതാണ് നമ്മൾ വർഷങ്ങളായിട്ട് കേൾക്കുന്നത്. കലോറീസ് ഇൻ മൈനസ് കലോറീസ് ഔട്ട്. പക്ഷെ ചോദ്യം ഇതാണ്, ഇത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ എന്ന് വെച്ചാൽ ആണ്, പക്ഷെ ഇത് കംപ്ലീറ്റ് അല്ല. ആദ്യമായിട്ടൊരു കാര്യം, എനർജി ബാലൻസ് എന്നുള്ളത് ശരിക്കും ഉള്ള പ്രോസസ്സാണ്. നമ്മൾ ഉപയോഗിക്കുന്നതിലും കൂടുതൽ കലോറി കഴിച്ചാൽ വെയിറ്റ് കൂടും, കുറച്ച് കഴിച്ചാൽ വെയിറ്റ് കുറയും. ഇത് തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് ലോ പ്രകാരം കറക്റ്റ് ആണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഹ്യൂമൻ ബോഡി ഒരു മെഷീൻ അല്ല, അത് ഒരു ജീവനുള്ള പ്രതികരിക്കുന്ന ഹോർമോൺ വെച്ച് നിയന്ത്രിക്കുന്ന സംവിധാനമാണ്. ഇൻ തിയറി 100 കലോറി എന്നത് 100 കലോറി തന്നെയാണ്. പക്ഷെ നമ്മുടെ ബോഡിയിൽ അതിന്റെ എഫക്റ്റിന് വ്യത്യാസമുണ്ട്. ഉദാഹരണമായിട്ട് 100 കലോറി പ്രോട്ടീൻ, 100 കലോറി പഞ്ചസാര, ഇത് രണ്ടും ബോഡിയിൽ ഒരേ രീതിയിലല്ല പെരുമാറുന്നത്. തെർമിക് എഫക്റ്റ് ഓഫ് ഫുഡ് അഥവാ TEF പ്രകാരം പ്രോട്ടീന് ഡൈജഷനിൽ 20 മുതൽ 30% എനർജി ഉപയോഗിക്കും. കാർബോഹൈഡ്രേറ്റില് 5%, ഫാറ്റിന് 0 മുതൽ 3%. അതായത് 100 കലോറി പ്രോട്ടീൻ കഴിച്ചാൽ 20 to 30 കലോറി ഡൈജഷനിൽ തന്നെ ചിലവാകും. പക്ഷെ ഫാറ്റ് കഴിച്ചാൽ കലോറി എക്സ്പെൻഡിച്ചർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ 100 കലോറി എന്നത് മെറ്റബോളിക് ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒരുപോലെ അല്ല. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തില് കെവിൻ ഹാൾ നടത്തിയ ഒരു പ്രധാനപ്പെട്ട സ്റ്റഡി പ്രകാരം അൾട്രാ പ്രോസസ്ഡ് ഡയറ്റിലെയും ഹോൾ ഫുഡ് ഡയറ്റിലെയും കലോറിയും പ്രോട്ടീനും കാർബ്സും ഫാറ്റും എല്ലാം സെയിം ആയിരുന്നു. പക്ഷേ അൾട്രാ പ്രോസസ്ഡ് ഫുഡ് കഴിച്ചവർ ദിവസവും ശരാശരി 500 കലോറി അധികം കഴിച്ചു. അതിന്റെ കാരണം അൾട്രാ പ്രോസസ്ഡ് ഫുഡില് ഒന്ന് സാഷ്യേറ്റിംഗ് എഫക്റ്റ് കുറവാണ്, രണ്ടാമത് ഈറ്റിംഗ് സ്പീഡ് കൂടുതലാണ്. ഇനി ഇതുകൂടാതെ ഹോർമോണൽ റെസ്പോൺസ് ഡിഫറൻ്റ് ആണ്. അതായത് കലോറി കൗണ്ടിന് മാത്രമല്ല ഫുഡിന്റെ ക്വാളിറ്റിക്കും പ്രാധാന്യം ഉണ്ടെന്നാണ്. ബോഡിയെ നിയന്ത്രിക്കുന്നത് കലോറി അല്ല, മറിച്ച് ഹോർമോണുകളാണ്. ഉദാഹരണം ഇൻസുലിൻ, ഗ്രലിൻ, ലെപ്റ്റിൻ, കോർട്ടിസോൾ ഇങ്ങനെയൊക്കെയുള്ളവ. ലോങ് ടേമിൽ കലോറി റെസ്ട്രിക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലെപ്റ്റിൻ കുറയും, ഗ്രലിന്റെ അളവ് കൂടും. അങ്ങനെ വിശപ്പ് വർദ്ധിക്കും, മെറ്റബോളിക് റേറ്റ് കുറയും. ഇതിനെ മെറ്റബോളിക് അഡാപ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ബോഡി വെയിറ്റ് കുറയുമ്പോൾ ശരീരം എനർജി കൺസർവ് ചെയ്യാൻ ശ്രമിക്കും. ദ ബിഗ്ഗസ്റ്റ് ലൂസർ എന്ന TV പ്രോഗ്രാമില് മത്സരാർത്ഥികളെ 6 വർഷം ഫോളോ അപ്പ് ചെയ്ത് പഠിക്കുകയും ആ പഠനത്തിൽ കണ്ടെത്തിയത് വലിയ വെയിറ്റ് ലോസ് ഉണ്ടായെങ്കിലും റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് ഗണ്യമായി കുറഞ്ഞിരുന്നു. കൂടാതെ അവരുടെ ബോഡി കുറഞ്ഞ എനർജി ഉപയോഗിക്കുന്ന നിലയിലേക്ക് അഡാപ്റ്റ് ആയി എന്നുള്ളതാണ്. അത് ബയോളജിക്കൽ അഡാപ്റ്റേഷൻ ആണ്. ഇനി നമ്മൾ അറിയാതെ എനർജി ചെലവാക്കുന്ന സന്ദർഭങ്ങളുണ്ട്. നടന്നു പോവുക, കൈ ചലിപ്പിക്കുക, ചെറിയ ചെറിയ ചലനങ്ങൾ, ഇതൊക്കെ. കലോറി റെസ്ട്രിക്റ്റ് ചെയ്ത നീറ്റ് അഥവാ നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജെനസിസ് അത് സ്വാഭാവികമായിട്ട് കുറയാം. അതായത് നിങ്ങൾ കുറച്ച് കഴിക്കുമ്പോൾ ശരീരം എനർജി കുറച്ച് ചെലവാക്കും. ഇത് എനർജി ബാലൻസ് ഇക്വേഷനിൽ ഉൾപ്പെടാത്ത ഭാഗമാണ്. സോ അപ്പോൾ കാലറീസ് ഇൻ വേഴ്സസ് കാലറീസ് ഔട്ട് എന്ന് പറയുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ അപ്പോഴും അല്ല, പക്ഷെ അത് ഇൻകംപ്ലീറ്റ് ആണ്. അതായത് ഇക്വേഷൻ ശരിയാണ്, പക്ഷെ വേരിയബിൾസ് ഡൈനാമിക് ആണ്. കലോറീസ് ഔട്ട് എന്ന് പറയുന്നത് സ്ഥിര സംഖ്യയല്ല. കലോറീസ് ഇന്ന് പോലും ഹോർമോണൽ സിഗ്നൽസ് വഴി നിയന്ത്രിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ആഹാരം കുറച്ച ഫാറ്റ് കുറയെന്ന് പറയുന്നത് ബയോളജിക്കലി സിംപ്ലിസ്റ്റിക് ആണ്. അപ്പൊ നമുക്ക് സയന്റിഫിക്കലി സസ്റ്റൈനബിൾ ആയ ഫാറ്റ് ലോസ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ ഇൻടേക്ക് ഉയർത്തുക, റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുക, സ്ലീപ്പ് ഒപ്റ്റിമൈസ് ചെയ്യുക, പിന്നെ ഹോൾ ഫുഡ്സിന് മുൻഗണന നൽകുക, മോഡറേറ്റ് കാലറി ഡെഫിസിറ്റ് മാത്രം ചെയ്യുക. ക്രാഷ് ഡയറ്റിംഗ് ചെയ്യുന്നത് ഹോർമോണൽ ബാക്ക്ലാഷ് ഉണ്ടാക്കും. സ്ലോ ഫാറ്റ് ലോസ് സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. സോ ഇൻ കൺക്ലൂഷൻ, കലോറീസ് ഇൻ വേഴ്സസ് കലോറീസ് ഔട്ട് ഒരു അടിസ്ഥാന നിയമമാണ്. പക്ഷെ ബോഡി ഒരു കാൽക്കുലേറ്റർ പോലെ അല്ല വർക്ക് ചെയ്യുന്നത്. അതൊരു അഡാപ്റ്റീവ് ബയോളജിക്കൽ സിസ്റ്റം ആണ്. നമ്മൾ ആ ഇക്വേഷൻ മാത്രം കാണാതെ ഫിസിയോളജി മനസ്സിലാക്കി എടുക്കണം. വീഡിയോ